നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. നബിദിനം കിഴക്കൻ മേഖലയിൽ അന്നദാനവും പ്രത്യേക പ്രാർത്ഥനകളും റാലികളുമായി ആഘോഷപൂർവ്വം കൊണ്ടാടി. അനധികൃത അറവുശാലകളിലെ മാലിന്യങ്ങൾ പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളെ വീർപ്പുമുട്ടിക്കുന്നു. നടുറോഡിലും ജലസ്രോതസ്സുകളിലും വലിച്ചെറിയുന്നതും കൂനകൂട്ടുന്നതുമായ മാംസാവശിഷ്ടങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു. പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. CPI കുന്നിക്കോട് മണ്ഡലം സമ്മേളനം തുടരുന്നു. സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ MLA. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ തകർച്ച ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാപിത താൽപര്യക്കാരാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഴിഞ്ഞാടിയതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ S. ബിജു. വളരെ സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ. CPI കുന്നിക്കോട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസക്ത ഭാഗങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ കോർപ്പറേറ്റുകൾക്കും ബഹുരാഷ്ട്ര കുത്തകകൾക്കും വൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്നവയാണ്. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ കാര്യത്തിൽ മോഡി സർക്കാർ എടുത്ത തീരുമാനങ്ങൾ UPA സർക്കാരിന്റെ തെറ്റായ പാത തന്നെയാണ് തങ്ങളും പിന്തുടരുന്നതെന്ന് തെളിയിക്കുന്നുവെന്ന് മുല്ലക്കര പറഞ്ഞു. ഈ പണത്തിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണം ആരും കത്തിച്ചു കളയല്ല. ഒന്നുകിൽ നിങ്ങളുടെ പണം എന്റെ കയ്യിൽ വരും, ഇല്ലെങ്കിൽ എന്റെ പണം നിങ്ങളുടെ കയ്യിൽ വരും, ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരെയും കൂടെ പണം അംബാനിയുടെ കയ്യിൽ ചെല്ലും, ഇല്ലെങ്കിൽ ഈ പണമെല്ലാം ഏതെങ്കിലും ലോക കോർപ്പറേറ്റ് സംവിധാനം, അമേരിക്കയിലോ യൂറോപ്പിലോ പ്രവർത്തിക്കുന്ന ഒരു വമ്പൻ മുതലാളിത്ത കൂട്ടായ്മയുടെ കൈകളിലേക്ക് എത്തും. എന്താണ് ഈ പണത്തിന് ഇവിടെ സംഭവിച്ചത്? കർഷക തൊഴിലാളിയുടെയും കർഷകരുടെയും കയ്യിലുണ്ടായിരുന്ന പണം എന്തുകൊണ്ട് ഇന്നില്ല? ആരാണ് തട്ടിക്കൊണ്ടുപോയത്? ആരും ചുട്ടുകളഞ്ഞതല്ല, ഇതെവിടെയോ കൈമറിഞ്ഞു പോയതാണ്. അതാണ് നയം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളെ പണം വേറൊരാളുടെ കയ്യിലേക്ക് കൈമറിഞ്ഞു പോകുന്ന ഇടപാട് നടത്തുന്ന സംവിധാനമാണ് നയത്തിന്റെ പ്രത്യേകത. ഇത് ഒരു തരം നയമോഷണമാണ്. നയം കൊണ്ട് നിങ്ങളുടെ പണത്തെ മോഷ്ടിക്കാം, അല്ലാതെ നിങ്ങളുടെ 5 രൂപ എടുത്താൽ അത് കള്ളനാണ്. നയം കാരണം നിങ്ങളുടെ 5 രൂപ എടുത്താൽ അതൊരു തരം ചൂഷണമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ജനവിരുദ്ധ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിലും അഴിമതിയുടെ കാര്യത്തിലും റെക്കോർഡ് സൃഷ്ടിച്ച് മുന്നേറുകയാണ്. രാജ്യവും ജനങ്ങളും ഇത്തരം പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം BJPയിൽ പരസ്യം കൊടുത്ത് ആളെ കൂട്ടുകയാണെന്നും മുല്ലക്കര പരിഹസിച്ചു. ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പുതിയ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അദ്ദേഹം വന്നത് വലിയ ആരവങ്ങളോടുകൂടിയാണ്. ഇപ്പം നിങ്ങൾ FM റേഡിയോ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇങ്ങനെ നിങ്ങൾ വാർത്തകളോ പാട്ടുകളോ വെച്ച് നോക്കിയാൽ അവിടെ ഇടയ്ക്ക് ഒരു വാർത്ത കേൾക്കാം, ഒരു പരസ്യം കേൾക്കാം. ഒരു മിഷൻ, ഇന്ത്യയെ രക്ഷിക്കാനും ഇന്ത്യയെ നല്ലതാക്കാനുമുള്ള മിഷൻ, നിങ്ങൾ BJPയിൽ ചേരുമെന്നാണ്. ഇത് പണ്ടൊരു രാഷ്ട്രീയ പാർട്ടിയും പറയാതാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ ചേരുന്നത് ആ രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് കണ്ടെന്ന് മനസ്സിലാക്കി ആ അനുഭവങ്ങൾ കൊണ്ടാണ് ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, ഇതെല്ലാം ഒരു മിഷനാണ്. 2 വൈകിട്ട് 6 മണിക്ക് ചെങ്ങമനാട് ജംഗ്ഷനിൽ ആരംഭിച്ച മണ്ഡലം സമ്മേളനം 4 സമാപിക്കും. കിഴക്കേ തെരുവിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CPI മണ്ഡലം സെക്രട്ടറി GR രാജീവൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രസിഡന്റ് P. പ്രസാദ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കൌൺസിൽ അംഗം KS ഇന്ദുശേഖരൻ നായർ, മണ്ഡലം കമ്മിറ്റി അംഗം D. സന്തോഷ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സാം K. ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അനധികൃത അറവുശാലകളിലെ മാലിന്യങ്ങൾ പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളെ വീർപ്പുമുട്ടിക്കുകയാണ്. നടുറോഡിലും ജലസ്രോതസ്സുകളിലും വലിച്ചെറിയുന്നതും കൂനകൂട്ടുന്നതുമായ മാംസാവശിഷ്ടങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ പാതിരിക്കൽ, കുണ്ടയം, മാങ്കോട്, നടുമുരിപ്പ്, ഇടത്തറ, പിടവൂർ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുന്നല, കറവൂർ, കമുകഞ്ചേരി, കടക്കാമൺ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് മാലിന്യ നിക്ഷേപത്താൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി 100 കണക്കിന് കന്നുകാലികളെയാണ് അനധികൃത അറവുശാലകളിൽ കശാപ്പ് ചെയ്തത്. ഇതിന്റെയെല്ലാം അവശിഷ്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലും റോഡുകളിലും ജലസ്രോതസ്സുകളിലും വലിച്ചെറിഞ്ഞ നിലയിലാണ്. മിക്ക സ്ഥലത്തും മാംസാവശിഷ്ടങ്ങൾ പുഴുവരിച്ച് സഹിക്കാനാവാത്ത ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയിലാണ്. കുടിക്കുന്നതിനും കുളിക്കുന്നതിനും
ഉപയോഗിക്കുന്ന തോടുകളിലും മറ്റും മാംസാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം ചെറിയ കുട്ടികളടക്കം തങ്ങൾ രോഗബാധിതരാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് എത്രയോ മാസം ഞാൻ തോട്ടിൽ കുളിക്കുന്നില്ല, ആടിനെ കുളിപ്പിക്കാൻ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല, കിണറ്റിലെ വെള്ളം കോരാൻ ഒക്കത്തില്ല, പിള്ളേർക്കും എല്ലാം ചോറിച്ചിലും ഒക്കെ ആയി. താഴത്തെ വീട്ടിൽ 2-3 പെണ്ണുക്ക് മഞ്ഞപ്പിത്തം വരെയായി. ഞങ്ങളെല്ലാം കാലൊക്കെ കണ്ടോ ചോറിച്ച് പിടിച്ചോണ്ടോ ഇത് കണ്ടോ, കാലൊക്കെ ഇങ്ങനെ ആമവാദം പോലെ കാലല്ല ഈ വെള്ളം കുളിച്ച്. 10-12 വീട്ടുകാരുണ്ട്. ഞാൻ കൂടെ താമസിക്കാനും ഒക്കത്തില്ല, കുടിക്കാനും ഒക്കെ. ഞങ്ങൾ കിണറ്റിന് വെള്ളം പോയിട്ട് അതും കൊള്ളത്തില്ല, ചോറ് വെക്കാൻ പോലും വെള്ളം കൊള്ളത്തില്ല. മാലിന്യം ഭക്ഷിക്കാൻ കൂട്ടത്തോടെ എത്തുന്ന തെരുവ് നായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ശല്യം വേറെ. തെരുവ് നായ്ക്കളെ ഭയന്ന് കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും പുറത്തുവിടാനാകാത്ത സ്ഥിതിയാണ്. ആട്, പശുക്കിടാങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി വളർത്തുമൃഗങ്ങളെ തെരുവ് നായ്ക്കൾ ഇതിനകം ആക്രമിച്ചു. പട്ടിശല്യം കൊണ്ട് ആടിനെ എടുത്ത് നടക്കുന്നത്. പട്ടിശല്യം, പന്നിശല്യം കൊണ്ട് ഞാൻ ആടിനെ എടുത്ത് കൈവച്ച് നടക്കുക. വീട്ടിൽ വെച്ചിട്ട് ഒക്കത്തില്ല. ആടിന് ആട്ടുകുട്ടിയോ ഒരാട്ടുകുട്ടിയുള്ളൂ. മൊത്തം ബാക്കി 2-3 ആടിനെ പട്ടി ഈ കാടിനെല്ലാം പിടിച്ചുകൊണ്ട് പോയി. ഈ പന്നിശല്യം കൊണ്ട്, ഈ പട്ടി വേസ്റ്റ് ഇടുന്നുണ്ട്. 10-14 വീട്ടുകളുണ്ട്. അവരെല്ലാം ആടിനെയും പശുവിനെയും എല്ലാം ഈ പട്ടിയും പന്നിയെല്ലാം കടിച്ചു കീറി ഈ തോട്ടത്തിലെല്ലാം കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആടിനെല്ലാം കൊണ്ട് വിറ്റ് മെനഞ്ഞാൽ ഞാൻ കൊണ്ട് കൂടുതൽ ചന്തയെ കൊണ്ട് കുറെ ആടിനെ വിറ്റിട്ടാണ് വന്നത് ഈ ശല്യം കൊണ്ട്. അനധികൃത അറവുശാല നടത്തിപ്പുകാർക്കും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുമെതിരായി ആരെങ്കിലും ശബ്ദിച്ചാൽ അവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നതായും ആക്ഷേപമുണ്ട്. ചന്തയ്ക്കകത്ത് ഇറച്ചിക്കട നടത്തുന്ന ഷാജി എന്ന് പറയുന്ന ഇന്നലെ രാത്രി ഞങ്ങളുടെ വീടിന്റെ മേളിൽ കൊണ്ട് വേസ്റ്റ് തള്ളിയിട്ടപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു. അപ്പൊ എന്റെ വീടിന് കല്ലെറിയുമെന്നും പറഞ്ഞ് കാണിച്ചു അടിയെന്നും പറഞ്ഞ് അവൻ കൊണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് പോയി. ആരാ ഇടുന്നതെന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരാളെ കണ്ട് ഷാജി എന്ന് പറയുന്ന ഒരാളെ അയാൾ വന്ന് വഴക്കുണ്ടാക്കിട്ട് പോയി. മാർക്കറ്റിനുള്ളിൽ ഇറച്ചിക്കട നടത്തുന്നവര് പഞ്ചായത്തുകാർക്കും പോലീസുകാർക്കും കൈക്കൂലി കൊടുത്തിട്ടാണ് ഇവർ ചെയ്യുന്ന വേസ്റ്റുകൾ കംപ്ലീറ്റും കുറച്ച് തള്ളുന്ന പാലം എടുത്തുകൊണ്ട്. എന്ന് പറയാ ഈ ഷാജി എന്ന് പറയുന്നതാണ് 1800 ശമ്പളത്തിലാണ് ആഴ്ച തട്ടുന്നത്. അറവുശാല ലേലം ചെയ്ത് നൽകുന്നതിലൂടെ പഞ്ചായത്തുകൾക്ക് ലക്ഷങ്ങൾ വരുമാനമുണ്ടായിരുന്നതാണ്. എന്നാൽ ചില ലോബികളെ സഹായിക്കുന്നതിനായി ഇപ്പോൾ വർഷങ്ങളായി 2 പഞ്ചായത്തുകളിലും ലേലം നടക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, മെമ്പർമാരിലെ നാട്ടുകാരും ആരും ഇവര് പഞ്ചായത്തുകാർക്കും പോലീസുകാർക്കും കാശ് കൊടുത്താൽ ഇത്രയും കാര്യങ്ങൾ സാധിച്ചിരിക്കുന്നത്. ലൈസൻസ് പോലില്ലാത്ത ഇറച്ചിക്കടയത്. കച്ചടകൾ മൊത്തം കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്ത് ഇവിടെ നിന്ന് നെടുമ്പറമ്പ് ഈ പാണക്കര മുതൽ ഇങ്ങ അറ്റം വരെ ഈ മുത്തിക്കുഴി വരെ കൊണ്ടിടുന്ന വേസ്റ്റുകൾ കംപ്ലീറ്റ് മനുഷ്യൻ നടക്കാനൊക്കാത്ത സാഹചര്യമാണ്. ഗവൺമെന്റ് കണ്ണടച്ചിരിക്കുന്നത് മഹാ തെറ്റാണിത്. ഒന്നാമത്തെ കാര്യം, പഞ്ചായത്ത് ഇത് നോക്കാതെ നടക്കുന്നത്. ഇത് BW റോഡ് പഞ്ചായത്ത് നോക്കാതെ നടക്കുന്നത്. മനുഷ്യൻ പോലും നടക്കാനൊക്കത്തില്ല. ഇത് ഛർദ്ദിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത് വഴി വരുമ്പോഴത്തേക്ക്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ തകർച്ച ലക്ഷ്യം വെക്കുന്ന സ്ഥാപിത താൽപര്യക്കാരാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഴിഞ്ഞാടിയതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ S. ബിജു. ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആശുപത്രിയിലെ സൌകര്യങ്ങൾ വർദ്ധിക്കുന്നതിൽ വിരളി പൂണ്ട ചില സ്വകാര്യ ആശുപത്രിക്കാരുടെ താളത്തിനൊത്ത് രാഷ്ട്രീയക്കാരും സ്ഥാപിത താൽപര്യക്കാരും ഒത്തുകൂടിയതാണ് ആശുപത്രിയിൽ അനാവശ്യ സംഭവങ്ങൾ അരങ്ങേറുവാൻ കാരണം. കാറിനുള്ളിൽ പ്രസവിച്ച പെൺകുട്ടിയുടെ കുഞ്ഞ് ആശുപത്രിയിൽ മരിച്ചെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. ഇവിടെ നടന്ന അനാവശ്യ ബഹളം ആശുപത്രിയെ തകർക്കുന്നതിനാണ്. അതിന്റെ ഭാഗമായി മുമ്പ് ആംബുലൻസിന് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. സൂപ്രണ്ടിന്റെ വാഹനത്തിന്റെ വീൽനട്ട് അഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും ഇപ്പോഴുണ്ടായത് ഖേദകരമാണെന്നും S. ബിജു പറഞ്ഞു. ആശുപത്രിയിൽ ഉണ്ടായ സംഭവം യഥാർത്ഥത്തിൽ ഡോക്ടർമാർ നിരപരാധികളാണ് എന്നുള്ളത് ഗർഭിണിയായ സ്ത്രീയുടെ അമ്മയുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവർ പറഞ്ഞു, വഴിയിൽ വെച്ചാണ് മരിക്കുന്നത്. 8 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വേദനയുണ്ടായപ്പോ അത് പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള വേദനയാണോ എന്ന് ഞങ്ങൾക്ക് കൃത്യതയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിക്കാൻ താമസിച്ചു. തിരിക്കുന്ന അവസരത്തിലാകട്ടെ വാഹനം വരുന്നതിന് ജ്യേഷ്ഠന്റെ വാഹനം വന്നാൽ വണ്ടിക്കൂലി ലാഭമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി കാത്തുനിന്ന് അല്പസമയം താമസിച്ചു എന്ന് അമ്മ ഞങ്ങളോട് പറയുകയുണ്ടായി. സ്വാഭാവികമായി വരുന്ന വഴിയിൽ കലയനാടിനപ്പുറം വെച്ച് തന്നെ ഈ പെൺകുട്ടി പ്രസവിച്ചു. അല്ലാതെ ആശുപത്രിയിൽ വന്ന് എന്തെങ്കിലും ഒരു കാലതാമസം ഉണ്ടായതായി ആരും പറയുന്നില്ല. അവർക്ക് പോലും അങ്ങനെ പരാതിയില്ല എന്നിരിക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ പണപ്പെരുവിന്റെ പേരിൽ, ചില സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ വളരെ ബോധപൂർവം ആശുപത്രിയെ ആക്രമിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നബിദിനം കിഴക്കൻ മേഖലയിൽ അന്നദാനവും പ്രത്യേക പ്രാർത്ഥനകളും റാലികളുമായി ആഘോഷപൂർവ്വം കൊണ്ടാടി. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നബിദിനാഘോഷ ദൃശ്യങ്ങൾ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1489 ജന്മദിനം പ്രമുഖ ദീനി സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായാണ് സംഘടിപ്പിച്ചത്. പുനലൂർ തെങ്ങുംതറ നുസ്രത്തുൽ അനാം സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷത്തോടൊപ്പം സ്വലാത്ത് വാർഷികം, മതപ്രഭാഷണ പരമ്പര, വിവാഹ ധനസഹായം തുടങ്ങിയവയും സംഘടിപ്പിച്ചു. രാവിലെ 11 മണിക്ക് തെങ്ങുംതറ NSS സ്വലാത്ത് നഗറിൽ അന്നദാനം നടത്തി. തുടർന്ന് 12 മണിയോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പാഥേയം പദ്ധതിയിലും അന്നദാനം നടത്തി. വരും ദിവസങ്ങളിൽ ദീനി വിജ്ഞാന സദസ്സ്, ആത്മസംസ്കരണം, സ്വലാത്ത് മജ്ലിസ് തുടങ്ങിയ പരിപാടികൾ നടക്കും. നബിദിനത്തിന്റെ ഭാഗമായി കടക്കലിൽ മസ്ജിദുകൾ
വീടുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും അന്നദാനവും നടന്നു. കല്ലുവെട്ടാങ്കുഴി അഭയ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്നദാനം സംഘടിപ്പിച്ചു. വിവിധ മദ്രസകളിൽ നിന്ന് മുതിർന്നവരും കുട്ടികളും അന്നദാനത്തിൽ പങ്കെടുത്തു. രാവിലെ 9 മണി മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നബിദിന ഘോഷയാത്രകൾ ആരംഭിച്ചു. ജാതിമത ഭേദമന്യേ പ്രവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ അഭയ സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച അന്നദാനം ശ്രദ്ധേയമായി. ഇടമൺ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും പൊതുസമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 ഇടമൺ സത്രം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര പള്ളിയങ്കണത്തിൽ സമാപിച്ചു. അലങ്കരിച്ച വാഹനങ്ങളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. തുടർന്നു ചേർന്ന പൊതുസമ്മേളനം മുഹമ്മദ് ത്വാഗ അൽ ഹസ്നി അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് എം ഷഫീഖ് അധ്യക്ഷനായി. സെക്രട്ടറി ടി.എ. അനീഷ് സ്വാഗതം പറഞ്ഞു. ജമാഅത്ത് ഇമാം അക്ബർ അലി അവാർഡുകൾ വിതരണം ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി MA ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ 1ാം റാങ്ക് നേടിയ ഇടമൺ സ്വദേശി ബി ഷമീറിനെ ചടങ്ങിൽ ആദരിച്ചു. ആഘോഷ പരിപാടികൾക്ക് ഷംസുദ്ദീൻ മുഹമ്മദ് കുഞ്ഞ്, കെ ജലാൽ, MA അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, ലജ്നത്തുൽ മുഅല്ലിമീൻ, യുവജന ഫെഡറേഷൻ, മന്നാനീസ് അസോസിയേഷൻ, സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പുനലൂർ താലൂക്ക് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. നബിദിന റാലി, സൌഹാർദ്ദ സമ്മേളനം, അവാർഡ് ഫെസ്റ്റ്, ഉപഹാര സമർപ്പണം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പുനലൂർ NMAH ജമാഅത്ത് അങ്കണത്തിൽ നിന്ന് വാളക്കോട് മുസ്ലിം ജമാഅത്ത് ഇമാം മുഹമ്മദ് ഹസൻ അൽ ഖാസിമി നബിദിന റാലി ഉദ്ഘാടനം ചെയ്തു. വാദ്യമേളങ്ങളുടെയും അലങ്കരിച്ച വാഹനങ്ങളുടെ അകമ്പടിയോടെയും ടൌൺ ചുറ്റി റാലി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്നു ചേർന്ന സൌഹാർദ്ദ സമ്മേളനം ഏരൂർ ഷംസുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഫെഡറേഷൻ പുനലൂർ താലൂക്ക് പ്രസിഡന്റ് കുളത്തുപുഴ സലീം അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി കെ റഷീദ് സ്വാഗതം പറഞ്ഞു. തടിക്കാട് ഷംസുദ്ദീൻ മദനി പ്രത്യേക പ്രാർത്ഥന നടത്തി. എറണാകുളം പടമുകൾ ജമാഅത്ത് ഇമാം VH അലിയാർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു, പുനലൂർ DYSP അബ്ദുൾ റാഫി, ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, ചെമ്മത്തൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ഷാലു ലൂക്കോസ് തുടങ്ങിയവർ നബിദിന സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോസ്, പുനലൂർ, തെന്മല, കടക്കൽ. പുതുവർഷാഘോഷത്തിനിടെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയതിനെ തുടർന്ന് പത്തനാപുരം പൊതുമാർക്കറ്റിൽ 4 ലക്ഷം രൂപയുടെ നഷ്ടം. പുതുവർഷ രാത്രി വൈകി വ്യാപാരികൾ പോയ ശേഷം മാർക്കറ്റിലെ 10ഓളം കടകളാണ് നശിപ്പിക്കപ്പെട്ടത്. ചന്തയിലെ പച്ചക്കറി കടകൾ, പഴക്കടകൾ, മുട്ട വ്യാപാര കേന്ദ്രങ്ങൾ, പലഹാരക്കടകൾ എന്നിവ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കടയുടെ ടാർപോളിനുകൾ നശിപ്പിക്കുകയും പെട്ടികൾ തകർക്കുകയും ചെയ്തു. പഴക്കടകളിൽ നിന്ന് ഓറഞ്ച്, ആപ്പിൾ എന്നിവ വൻതോതിൽ അപഹരിച്ചിട്ടുണ്ട്. കാരമ്പൂട് സ്വദേശി ഷംസ്, മധുര സ്വദേശി കുമാർ, മഞ്ചളൂർ സ്വദേശികളായ സത്താർ, അൻസാരി, കബീർ, കുണ്ടയം സ്വദേശികളായ അയ്യൂബ്, വഹാബ്, പുന്നല സ്വദേശി സാദിഖ്, മാലൂർ സ്വദേശിനി നജ്മ എന്നിവരുടെ കടകളാണ് നശിപ്പിക്കപ്പെട്ടത്. രാത്രി ഒരു 5 മണിയാകുമ്പോൾ വണ്ടി മൊത്തം വണ്ടി കയറി അരഞ്ഞ് ഒരു 2 ട്രേ കാച്ചിൽ റോഡി അതിന്റെ ബോക്സിനകത്തോട്ട് കയറി സാധനങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ആൾക്കാർ വിളിച്ചിരുന്ന അവരെ സഹായിച്ച് ഇങ്ങനെ പറക്കി ബോക്സിൽ അയ്യുകൊണ്ട് കട കിടക്കുന്നത്. 3 പച്ചക്കറി കടയും 4 ഫ്രൂട്ട്സ് കടയും 2 മുട്ടക്കടയും ഒരു പലഹാര കടയും അടിച്ചു തകർത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അടിച്ച് നിരപ്പാക്കി കടകൾ കണ്ടറിയാലോ നിങ്ങൾക്കല്ല. അതുപോലെ തന്നെ ഒട്ടനവധി ആക്രമണത്തിന്റെ ശബ്ദം കേട്ട് സമീപത്തെ മത്സ്യവിപണന കേന്ദ്രത്തിലെ വ്യാപാരികൾ എത്തിയപ്പോൾ അവരെ ആയുധങ്ങൾ കാട്ടി സംഘം ഭീഷണിപ്പെടുത്തിയതായും വ്യാപാരികൾ പറയുന്നു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിലെ പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപണമുണ്ട്. മുമ്പും മാർക്കറ്റിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അന്നും പോലീസിൽ അറിയിച്ചിട്ട് നടപടി ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. 2014 കുറഞ്ഞ ഒരു 25,000 രൂപയുടെ നാശനഷ്ടങ്ങളുണ്ട്. നിരന്തരം ഒരാഴ്ച 2 ദിവസം കൂടിയിരിക്കും മൊത്തം ചാക്ക് കംപ്ലീറ്റ് കെട്ടഴിക്കുക, മൊത്തം സാധനങ്ങൾ വലിച്ചു ഭരിക്കണമെന്ന് പോകും. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഈ ആന കരിമ്പത്തോട്ടത്തിൽ കയറുന്ന പോലെയായിരുന്നു. ആ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കാനൊക്കെ മൊത്തം പച്ചക്കറിയും മുട്ടയുടെ ട്രേയും മുട്ടയും ഓറഞ്ചും ആപ്പിളും സാധനങ്ങളെല്ലാം റോഡിൽ തട്ടിയിട്ട് അങ്ങ് ചവിട്ടി തരിക്കുന്ന പോലെ അങ്ങ് കരിമ്പത്തോട്ടത്തിൽ കയറുന്ന പോലെ കയറിയത്. എന്തും അതിന്റെ ഉദ്ദേശം ഈ 2014 ഒരു കുറഞ്ഞ 10 പ്രാവശ്യം ഇതുപോലെ സാമൂഹ്യ വിരുദ്ധരെ അടിച്ചു തകർത്തിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ അടുത്തും ഇവിടുത്തെ പോലീസുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു നടപടികളും സ്വീകരിക്കത്തില്ല. 4 ലക്ഷം രൂപയുടെ നഷ്ടമുള്ളതായി കച്ചവടക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുതുവർഷ രാത്രിയിൽ പത്തനാപുരത്ത് സാമൂഹ്യ വിരുദ്ധർ വീടാക്രമിച്ച് വാഹനങ്ങൾ അടിച്ചു തകർത്തു. പത്തനാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണ്. പത്തനാപുരം കുണ്ടയം മംഗളവിലാസത്തിൽ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളാണ് അടിച്ചു തകർത്തത്. സംഭവത്തിന് പിന്നിൽ മുൻവൈരാഗ്യമാണെന്ന് പറയുന്നു. പുതുവത്സരാഘോഷത്തിൽ മദ്യലഹരിയിലായിരുന്ന സംഘം വാഹനത്തിലെത്തിയാണ് ഷാജിയുടെ വാഹനങ്ങൾ അടിച്ചു തകർത്തത്. വാഹനങ്ങൾ തകർക്കുന്ന ശബ്ദം കേട്ട് ഷാജിയും കുടുംബവും ഉണർന്ന് വെളിയിലിറങ്ങിയപ്പോൾ മാരകായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം സംഘം കടന്നുവത്രേ. സംഭവത്തിൽ കുണ്ടയം ചരുവിള പടിഞ്ഞാറ്റേതിൽ പുരുഷോത്തമന്റെ മകൻ ഷൈജുവിന്റെയും മറ്റു 2 യുവാക്കളുടെയും പേരിൽ പത്തനാപുരം പോലീസ് കേസെടുത്തു. കുണ്ടയം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഷൈജു നടത്തിയ ആക്രമണം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്താൽ ഗുണ്ടകളെ ഉപയോഗിച്ച് നടത്തിയ പ്രതികാരമാണ് സംഭവമെന്ന് ഷാജി പറയുന്നു. ന്യൂഇയറിന്റെ അന്ന് രാത്രി 12:30 ആയപ്പോൾ എന്റെ വീട്ടില്
കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന സ്വിഫ്റ്റ് കാർ, അതുപോലെ അതിന് സമീപത്തായിട്ട് പാർക്ക് ചെയ്തിരുന്ന എൻ്റെ 407 ലോറി ഫ്രണ്ട് ഗ്ലാസും പുറകു ഗ്ലാസും സെൻട്രൽ ഗ്ലാസും ഒക്കെ അടിച്ച് തകർക്കുകയും ഉണ്ടായത്തെ ചെറുവിള പടിഞ്ഞാറ്റേതിൻ്റെ പുരുഷൻ്റെ മകൻ ഷൈജു എന്ന് പറയുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ കേസുള്ള, ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാത്ത ഒരു മൊട്ടോറിസ്റ്റ്, അയാളെ ഇന്നുവരെ അറസ്റ്റ് ചെയ്യാനോ മറ്റോ ഇത് സാധിച്ചിട്ടില്ല. ഇയാളെ നിരന്തരം ശല്യം ഉണ്ടാക്കി സമൂഹദ്രോഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 2 കിലോമീറ്ററുണ്ടായിട്ട് നാട്ടിലുണ്ടായിട്ട് പോലും ഇന്നുവരെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടോ വാറണ്ട് പ്രതി കൂടിയാണ്. മുമ്പും ഷൈജുവിന്റെ നേതൃത്വത്തിൽ ഷാജിയുടെ നേർക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പോലീസുകാരെ ആക്രമിച്ചതടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷൈജു. ഷാജി SNDP പത്തനാപുരം യൂണിയൻ ഭാരവാഹിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം താലൂക്ക് സ്വാഗത സംഘ രൂപീകരണ യോഗം അലസിപ്പിരിഞ്ഞു. ജനുവരി 7-ന് യോഗം വീണ്ടും ചേരും. MLA KV ഗണേഷ് കുമാറും കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ടായ തർക്കമാണ് യോഗം മാറ്റിവെക്കാൻ വഴിയൊരുക്കിയത്. താലൂക്ക് ഉദ്ഘാടനത്തിന്റെ പേരിൽ നടത്തിയ പിരിവിന്റെ കണക്ക് അവതരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കം. യൂത്ത് കോൺഗ്രസ് നേതാവ് MS പ്രദീപ് കുമാറാണ് ആവശ്യമുന്നയിച്ച പ്രശ്നത്തിന് തുടക്കമിട്ടത്. താലൂക്ക് ഉദ്ഘാടനത്തിന്റെ പേരിൽ വ്യാപാരികളിൽ നിന്ന് അമിത പിരിവ് നടത്തുന്നതിനെതിരെ അന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. കണക്ക് അവതരിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് MLA യോഗത്തിൽ പറഞ്ഞു. ഇതിനിടെ പ്രധാന പരിപാടികളിൽ MLAക്ക് മാത്രം അമിത പ്രാധാന്യം നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് CPM ആവശ്യമുന്നയിച്ചു. സ്വാഗത സംഘ രൂപീകരണം അടിപിടിയിലേക്ക് എത്തുമെന്ന സാഹചര്യം എത്തിയപ്പോൾ തഹസിൽദാർ യോഗം പിരിച്ചുവിട്ടു. ജനുവരി 7-നാണ് അടുത്ത യോഗം. തഹസിൽദാർ ലംബോധരൻ പിള്ള തന്റെ അടുപ്പക്കാരെ മാത്രമേ യോഗങ്ങളിൽ വിളിക്കാറുള്ളൂ എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഈ താലൂക്കിലെ ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരെയോ രജിസ്റ്റേർഡ് ക്ലബ്ബുകാരെയോ മറ്റ് സന്നദ്ധ സംഘടനകളെ ഒന്നും ക്ഷണിക്കാതെ തഹസീൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചകളാണ് ഈ സ്വാഗത സംഘം മാറ്റിവെക്കാനുണ്ടായ കാരണം. കഴിഞ്ഞ താലൂക്ക് തല ഉദ്ഘാടനത്തിന് വ്യാപകമായ പിരിവുകൾ നടത്തിയിരുന്നു. വ്യക്തമായി യാതൊരു ഉത്തരവും തഹസീൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വ്യാപാരികളോടും വ്യവസായികളോടും മറ്റ് അനേകം ആളുകളോടും വൻ തുക ഈ ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തിരിച്ചെടുത്ത് താലൂക്ക് തല ഉദ്ഘാടനം നടത്തി. പക്ഷെ ഇതിനൊന്നും വ്യക്തമായി ഇതുവരെയ്ക്കും കണക്ക് കാണിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നബിദിനം കിഴക്കൻ മേഖല ആഘോഷമാക്കി. ചിത്രയിൽ നബിദിന സന്ദേശ ഘോഷയാത്രയും ദഫ് സംഘങ്ങളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു. നബിദിനത്തോടനുബന്ധിച്ച് പള്ളികളുടെയും ദഫ്മുട്ട് സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശയാത്രകളും കലാപരിപാടികളും സജീവമായിരുന്നു. ചിത്ര കിഴക്കും ഭാഗം ബൌണ്ടർമുക്ക് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദും അൽഹുദ ദഫ് സംഘവും സംയുക്തമായി നബിദിന സന്ദേശ റാലിയും ദഫ്മുട്ട് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം ജുമാ മസ്ജിദ് പ്രസിഡന്റ് SA വാഹിദ് നിർവഹിച്ചു. തുടർന്ന് ദഫ്മുട്ട് അരങ്ങേറി. ബൌണ്ടർമുക്കിൽ നിന്ന് ആരംഭിച്ച നബിദിന ഘോഷയാത്ര തലവരമ്പ്, പാങ്ങോട്, കടക്കൽ, ചിതറ, കിഴക്കും ഭാഗം വഴി തിരികെ ബൌണ്ടർമുക്കിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ പുതുവർഷത്തിൽ പൌരോഹിത്യം സ്വീകരിച്ച് ഫാദർ ഡൊമിനിക് ആനിത്തോട്ടത്തിൽ. ഇടപ്പാളയം സെന്റ് ജോർജ് കത്തോലിക്ക ദേവാലയത്തിലായിരുന്നു പൌരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും. വ്യാഴാഴ്ച രാവിലെ 10-ന് ചടങ്ങുകൾ ആരംഭിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും പുതുവത്സര സന്ദേശം അദ്ദേഹം വിശ്വാസികൾക്ക് നൽകി. ചടങ്ങിൽ ഡൊമിനിക് ആനിത്തോട്ടത്തിൽ പൌരോഹിത്യം സ്വീകരിച്ചു. ദേവാലയത്തിലും പരിസരത്തുമായി പ്രത്യേകം സജ്ജീകരിച്ച വേദികളിലായി ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകൾക്ക് സാക്ഷിയായി. മെത്രാപ്പൊലീത്ത ജോസഫ് പെരുന്തോട്ടത്തിനൊപ്പം ഫാദർ അലക്സ് പാറപ്പുറം, ഫാദർ ജെയിംസ് ആനിത്തോട്ടം, ഫാദർ ഗ്രിഗറി നടുവിലേകം എന്നിവരും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പൌരോഹിത്യ സ്വീകരണത്തിന് ശേഷം പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു. ചടങ്ങുകൾക്ക് ബിനു നേരോടിക്കൽ, പാപ്പച്ചൻ കുടിൻപുരയിടം, AT ദേവസ്യ ആനിത്തോട്ടത്തിൽ, ബാബു മരുതിമൂട്ടിൽ, റോയി ആനിത്തോട്ടം, ജോയി കുടിൻപുരയിടം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിന് UN അക്കാഡമിക് ഇംപാക്ട് അംഗത്വം. കേരള സർവകലാശാലയുടെ പരിധിയിൽ നിന്ന് ഈ ബഹുമതി നേടുന്ന രണ്ടാമത്തെ കോളേജാണിത്.
UN അക്കാദമിക് ഇമ്പാക്ട് അംഗത്വം UN പ്രതിനിധി സജി തോമസിൽ നിന്ന് സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ജോസഫ് റംബാൻ ഏറ്റുവാങ്ങി. സെന്റ് സ്റ്റീഫൻസ് കോളേജിന് യുണൈറ്റഡ് നേഷൻസ് അക്കാദമിക് ഇമ്പാക്ട് അംഗത്വം ലഭിച്ചതോടെ യുഎനിലേക്ക് വിദ്യാർത്ഥികളെ പരിശീലനത്തിന് അയക്കാൻ കഴിയും. കോളേജിൽ രാജ്യാന്തര സെമിനാർ സംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെ ലോകോത്തര നിലവാരത്തിലുള്ള നിരവധി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ UN അക്കാദമിക് ഇമ്പാക്ട് അംഗത്വത്തിലൂടെ സാധിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന 10 പരിപാടികൾക്കും തുടക്കമായി. കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മൌണ്ട് താബോർ ദേറ സുപ്പീരിയർ റവറന്റ് സിഒ ജോസഫ് റംബാൻ അധ്യക്ഷനായി. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആഗോളതലത്തിൽ വളരേണ്ടതുണ്ടെന്ന് UN പ്രതിനിധി സജി തോമസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി ഡാനിയൽ ആമുഖ പ്രഭാഷണം നടത്തി. മൌണ്ട് താബോർ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജി സക്കറിയ, ലോക്കൽ മാനേജർ റവറന്റ് ഫാദർ NJ കോച്ചി, സ്റ്റാഫ് സെക്രട്ടറി റോയ് ജോൺ, ഗീത ആനി ജോർജ്, സജു ജോൺസൺ, ലിജു ടി വർഗീസ്, സജി ചെരുവിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മന്നം ജയന്തിയുടെ ഭാഗമായി പത്തനാപുരത്ത് വിവിധ NSS കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മഞ്ചളൂരിൽ റോഡ് ശുചീകരണവും തലവൂർ പുരായിൽ പായസ വിതരണവും നടന്നു. മഞ്ചള്ളൂർ 5861 നമ്പർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ കരയോഗം പ്രസിഡന്റ് NG ആപ്പക്കുട്ടൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാടുകയറി കിടന്ന പത്തനാപുരം കുന്നിക്കോട് പാതയുടെ വശങ്ങൾ പ്രവർത്തകർ ശുചീകരിച്ചു. വനിതാ കരയോഗം പ്രവർത്തകരും പരിപാടികളിൽ പങ്കെടുത്തു. കരയോഗം ഭാരവാഹികളായ അനിൽകുമാർ, ശശിധരൻ പിള്ള, സുരേഷ് ബാബു, രാധാമണിയമ്മ, ഗിരിജകുമാരി എന്നിവർ നേതൃത്വം നൽകി. തലവൂർ കുര 481 നമ്പർ ശ്രീനാരായണ വിലാസം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം സംഘടിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് N സുധാകരൻ പിള്ള, സെക്രട്ടറി സുരേഷ് കുമാർ, ശശിധരൻ പിള്ള, രഘുനാഥ പിള്ള, അജികുമാർ, സതീഷ് കുമാർ, ദാസപ്പൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ വളവുപച്ച പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. ഫെബ്രുവരി 1 ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. വിസ്തൃതമായ കടക്കൽ പോലീസ് സ്റ്റേഷൻ വിഭജിച്ചാണ് വളവുപച്ച പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. ചിതറ ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും ഇട്ടിവ, കുമ്മിൽ, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളുടെ ചില ഭാഗങ്ങളും വളവുപച്ച പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടും. പഞ്ചായത്തിന്റെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണം. പഞ്ചായത്ത് വക കടമുറികൾ അറ്റകുറ്റപ്പണി നടത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയായ ശേഷം സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമാണ് നടപ്പിലാവുന്നത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നബിദിനം കിഴക്കൻ മേഖലയിൽ അന്നദാനവും പ്രത്യേക പ്രാർത്ഥനകളും റാലികളുമായി ആഘോഷപൂർവ്വം കൊണ്ടാടി. അനധികൃത അറവുശാലകളിലെ മാലിന്യങ്ങൾ പത്തനാപുരം, പിറവന്തൂർ പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളെ വീർപ്പുമുട്ടിക്കുന്നു. നടുറോഡിലും ജലസ്രോതസ്സുകളിലും വലിച്ചെറിയുന്നതും കൂനകൂട്ടുന്നതുമായ മാംസാവശിഷ്ടങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു. പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. CPI കുന്നിക്കോട് മണ്ഡലം സമ്മേളനം തുടരുന്നു. സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ MLA. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ തകർച്ച ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാപിത താൽപര്യക്കാരാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഴിഞ്ഞാടിയതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ S. ബിജു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.